ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഈ സിമ്പിളായിട്ടുള്ള ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കിൽ, സ്ലീവ്സിൽ, ഹാങ്സിൽ ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ഫ്രണ്ടിൽ, ഫ്രണ്ട് ഭാഗത്തും ബാക്കിലും. അപ്പോൾ ഇതിൽ നമുക്ക് ഗോൾഡൻ കട്ട് ബീഡ്സ് വേണം, 2mm ബീഡ്സ്, അതുപോലെ തന്നെ സ്വീക്വൻസ് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ സെയിം കളർ ത്രെഡ് വേണം കേട്ടോ. പിന്നെ നീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 10 നമ്പറാണ് കേട്ടോ, നീഡിൽ നമ്പർ. അപ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നീഡിൽ കുത്തിയെടുക്കുക. അപ്പം എന്നിട്ട് നമ്മൾ 2 കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ 2 കട്ട് ബീഡ്സ്, ആ കട്ട് ബീഡ്സിൻ്റെ എൻഡിൽ നിന്ന് ആ 2 കട്ട് ബീഡ്സിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ആ എൻഡിലുള്ള കട്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. 2 എണ്ണം വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കും നമ്മൾ അത് കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ 2 കട്ട് ബീഡ്സ് എടുക്കുക. എന്നിട്ട് അതിൽ എൻഡിൽ നിന്ന് നടുവിലേക്ക്, സെൻറ്ററിലേക്ക് നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ തെറ്റത്തുള്ള കട്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും കട്ട് ബീഡ്സ് 2 എണ്ണം ഇട്ട് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലേക്ക് കുത്തിയെടുക്കുക. അതിൻ്റെ തെറ്റത്ത് ഉള്ളതിൽ നിന്ന് പുറത്തേക്ക് കുത്തിയെടുക്കുക. അങ്ങനെ നമ്മൾ ആ ബോർഡർ ലൈൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക. ഒരു ബോർഡറായിട്ട്, ഒരു ബോർഡർ ഡിസൈനായിട്ട് നമുക്ക് ഈ ലൈൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് സൂചി താഴത്തേക്ക് കുത്തി കൊടുത്തിട്ട് നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് കെട്ടിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കെട്ടിടുക. നോർമലായിട്ട് നമ്മൾ കെട്ടിടുന്ന പോലെ ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ കെട്ടിട്ടിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. അവിടെ ആ ബോർഡർ ലൈനിൻ്റെ ഡിസൈൻ അപ്പോൾ അവിടെ അവസാനിച്ചു. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ ഡിസൈനും അതിനോട് കൂടെ ചേർന്ന് വരുന്ന ആ ഡിസൈനും ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്ലവർ ഡിസൈനിന് നമ്മൾ ഫ്ലവർ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ ആ ഫ്ലവർ വരേണ്ട ഭാഗത്ത് സെൻറ്ററിൽ നീഡിൽ കുത്തിയെടുത്തിട്ട് 2 കട്ട് ബീഡ്സും, ഒരു ഗോൾഡൻ്റെ ബീഡ്സ്, ഡൾ ഗോൾഡ് ബീഡ്സും, ഒരു സീക്വൻസും കോർത്ത് കൊടുക്കുക. ആ ഓർഡറിൽ തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ. എന്നിട്ട് നമ്മൾ ഫ്ലവർ എന്നിട്ട് മുകളിലേക്ക് കുത്തി കൊടുക്കുക, കുത്തി ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ കോർത്ത പോലെ തന്നെ 2 കട്ട് ബീഡ്സ്, ഒരു ഗോൾഡൻ്റെ ഡൾ ഗോൾഡ് ബീഡ്സ്, 2mm സൈസ് കേട്ടോ, പിന്നെ സ്വീക്വൻസ്, ഗോൾഡൻ്റെ സ്വീക്വൻസ് അതുകൂടി വെച്ച് വീണ്ടും കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുത്തി കൊടുക്കുമ്പോൾ ആ സ്വീക്വൻസിൻ്റെ ആ ഹോളിൻ്റെ ആ ഭാഗം വരണ സ്ഥലത്ത് വേണം നമ്മൾ കുത്തി കൊടുക്കാൻ. അതിൻ്റെ പുറമേ ഉള്ള വട്ടത്തിൻ്റെ അവിടെയല്ല കുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ആ സ്വീക്വൻസ് ഒന്ന് പൊന്തിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഹോള് വരുന്ന ഭാഗത്ത് കുത്തി കൊടുക്കുക. അതിനുശേഷം അടിഭാഗത്ത് ഒന്നും കൂടി ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആദ്യം നമ്മളൊരു പ്ലസ് സൈസ് ചെയ്യാം. പ്ലസ് സൈസിൽ ആദ്യം ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് ക്രോസ് ആയിട്ടാവും. അപ്പോൾ ക്രോസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പ്ലസ് ആയിട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ 2ൻ്റെയും ഗ്യാപ്പിൽ അപ്പോൾ നമുക്ക് 4 ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ 4 ഗ്യാപ്പിലും ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും, നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, സെൻറ്ററായിട്ടുള്ള ഭാഗം, അവിടെ നമുക്കൊരു ഗോൾഡൻ്റെ ബീഡ്സ് അവിടെ ഒരെണ്ണം നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് വീഡിയോയിലില്ലാന്ന് തോന്നുന്നു. ഗോൾഡൻ്റെ ബീഡ്സ് അവിടെ സെൻറ്ററിലായിട്ട് ഒരെണ്ണം ചെയ്ത് കൊടുക്കുക. അത് സെൻറ്ററിൽ കുത്തിയെടുത്തിട്ട് ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ട് ആ സെൻറ്ററിൽ തന്നെ കുത്തി കൊടുക്കുക. അപ്പോൾ അത് അവിടെ സെൻറ്ററിൽ ഇരുന്നോളും.
അതിനുശേഷം നമ്മുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലുണ്ടല്ലോ വൈറ്റ്, അത് വെച്ചിട്ട് ആ ഡിസൈനൊന്ന് നമുക്ക് അവിടെ ഡ്രോ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബോർഡറിൽ ചെയ്തില്ലേ കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ കട്ട് ബീഡ്സ് 2 വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ കേവ് ഉണ്ടല്ലേ, കേവിൽ ചെയ്യുമ്പോൾ 2 വെച്ച് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ചെയ്യുക. കർവ് വരുന്ന ഭാഗത്തൊക്കെ ഓരോന്നായി ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് എൻഡിൽ കുത്തി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്തത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ കുത്തിയെടുക്കുക, വീണ്ടും ചെയ്യാം. അപ്പോൾ അത് ആ കർവ് ഭാഗം വരുന്നിടത്ത് ഒരു കട്ട് ബീഡ്സ് വെച്ച് ചെയ്യാം. ഒരു കട്ട് ബീഡ്സ് കുത്തുക, അതിൻ്റെ തെറ്റത്ത് വരണം ചെയ്യാം. അതിനുശേഷം അടുത്ത കട്ട് ബീഡ്സ് എടുക്കുക, അതിൻ്റെ നടുവിൽ കുത്തിയെടുത്തിട്ട് ഉള്ളിൽ കൂടെ എടുക്കുക, അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ ഔട്ട്ലുക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, എന്തെങ്കിലും സജഷൻസ് കമൻറ്റ് ചെയ്യണേ.